ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് നൈറ്റ് റൊട്ടീൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ഒരു വർക്കിംഗ് മാരീഡ് വുമണാണ് വിത്ത് എ കിഡ്. ഒരു ചെറിയ ഉണ്ണിയുണ്ട് എൻ്റെ കൂടെ. പിന്നെ ഞാൻ ഓഫീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അതുപോലെ ഉണ്ണിയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. എല്ലാം കൂടി ഒരു ബിസി ഷെഡ്യൂളാണ് ഒരു മോമി എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം March 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് എ വുമൺ. ആ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ വുമൺസിനും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് കൊടുത്ത്, എന്നാൽ പരാതികളൊന്നും ആരടുത്തും പറയാതെയും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു സൂപ്പർ വുമണായിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കഴിയുന്ന കുറേ വുമൺസ് ഉണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പുറത്ത് അതേപോലെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് പുറത്തിറങ്ങി വർക്ക് ചെയ്യണ്ടെന്ന് ഇഷ്ടമല്ലാണ്ടൊന്നല്ല, ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് വേണ്ടി ത്യജിച്ചതായിരിക്കാം അതൊക്കെ. അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നവരുമാവാം. എന്നെ സംബന്ധിച്ച് ഒരു 2 വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, എന്തെങ്കിലുമല്ല, എൻ്റെ ഡ്രീംസ് എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളത്, അത് ഇപ്പം തൊട്ടല്ല, ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ള ഒരാളാണ്. അതിനുവേണ്ടി ഞാൻ എങ്ങനെ എത്ര വേണേലും കഷ്ടപ്പെടും. സോ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം എനിക്ക് ജോബ് കിട്ടി. ഇപ്പോൾ ജോലിയും ചെയ്യുന്നു, വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ വുമൺ തന്നെയാണ് ഞാൻ എന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങളെല്ലാവരും അങ്ങനെ പറയണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ആർക്കും എൻ്റെ കഥ അറിയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പുറമോടി മാത്രമേ അറിയുള്ളൂ. വാട്ട് ഫയർ ഓൺ മീ എന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഈ കഷ്ടപ്പെടുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവരെ കരയിപ്പിച്ച് ഇവളെന്ത് സുഖിക്കാനാണെന്ന്. പക്ഷേ നമ്മളിഷ്ടങ്ങൾ നേടിയെടുത്താലും ബാക്കിയുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ടാണ് നേടിയെടുത്തതെങ്കിലും കൂടി നാളെ ഞാൻ കാരണം അവർ സന്തോഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. വിഷമം ഇല്ലാതിരിക്കില്ല, പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എൻ്റെ പേരൻസിനെ ആണെങ്കിലും എൻ്റെ ചുറ്റിലും ഉള്ളവർക്ക് നല്ലതിന് വേണ്ടി മാത്രമേ പ്രയത്നിക്കും. അത് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും അങ്ങനെയുള്ള ഒരു മൈൻഡ് തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ മാത്രം കഥയല്ല, ഒരുപാട് പേര് ഇതുപോലെ സ്ട്രഗിൾ ചെയ്തും അധ്വാനിച്ചും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ ഇതിൽ ഒരിക്കലും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഇതല്ല കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതുപോലെ എത്ര അമ്മമാർ, ഇപ്പോൾ എൻ്റെ കൂടെ അമ്മേനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടാകും. കുറേ അമ്മമാർ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത്, അവരും ജോലി മാത്രം പുറത്ത് പോയി ജോലി ചെയ്യൽ മാത്രമല്ല, എല്ലാവരും സ്ട്രഗിൾ ചെയ്തും ഇതൊക്കെ ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. ഞാനൊരു വുമൺസിനെ മാത്രമല്ല കേട്ടോ പറയുന്നത്. ഈ പറഞ്ഞ പോലെ മെൻസ് ആയിക്കോട്ടെ, ഒരു കുടുംബത്തെ പണിത് ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 പേരും തുല്യരായിട്ട് പോട്ടെ എന്നുള്ളത് എല്ലാവർക്കും വേണം. ചിലപ്പോൾ ശക്തി കൊണ്ട് ഒരാളെ അളക്കണമെന്നില്ല, മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അറിയോ? വീട് ക്ലീനിങ്, അതുപോലെ തന്നെ എനിക്കുള്ള ഒരു ചെറിയ ചായ കുടിക്കുന്നുണ്ടാവുള്ളൂ ഒരു ടൈം. അത് കഴിഞ്ഞ് രാത്രി എല്ലാം കഴിഞ്ഞിട്ടാവും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, ഇതുപോലെ പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ടാവും,
കുക്കിംഗ് ചിലപ്പോൾ അമ്മയാവും ചെയ്യുന്നുണ്ടാവുക, സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടാവാം പോകുന്നുണ്ടാവുക. ചിലർക്ക് അങ്ങനത്തെ ലൈഫാവില്ല. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും നമുക്കറിയണതല്ലേ ചുറ്റും എന്തൊക്കെ നടക്കുന്നതെന്ന്. എല്ലാ വുമൺസും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. സോ എൻ്റെ കഥയിലെ എല്ലാ സ്ത്രീകളും സൂപ്പർ ഹീറോയിൻസാണ്, സൂപ്പർ വുമൺസാണ്. ഓരോ മക്കൾക്കും അവരുടെ അമ്മമാരായിരിക്കും സൂപ്പർ ഹീറോയിൻ. എനിക്ക് എൻ്റെ ഉമ്മയാണ്, അതുപോലെ നാളെ എൻ്റെ മോൾക്കും ഞാനാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.